അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് എന്നോണം നമ്മൾ മജ്ലിസുദ്ദുആത്തിലെ 6ാമത്തെ സദസ്സിലാണ് ഉള്ളത്. ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മളുടെ ദായിമാർ തുലാബുൽ ഇൽമ് ഉസൂലുൽ ഹദീസ് പഠിക്കണമെന്ന ആഗ്രഹം ഉന്നയിച്ചതിനാൽ അവരുടെ ആവശ്യത്തെ പരിഗണിച്ച് ഉസൂലുൽ ഹദീസിൻ്റെ ക്ലാസ് പരമ്പര തുടങ്ങാം എന്ന ഒരു അടിസ്ഥാനത്തിൽ നമ്മളൊരു കിതാബ് സെലക്ട് ചെയ്യുകയും അതിൻ്റെ വിശദീകരണവുമാണ് ഇന്ന് തുടങ്ങുന്നത്. അതിൻ്റെ ആമുഖം എന്ന നിലയിൽ ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉസൂൽ ഹദീസിൻ്റെ പഠനത്തിന് വേണ്ടി നമ്മൾ നിശ്ചയിച്ച കിതാബ് ഇമാം ഇബ്നുൽ മുലക്കിൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അത്തദ്കിറത്തു ഫീ ഉലൂമിൽ ഹദീസ് എന്ന കിതാബാണ്. തുടക്കക്കാരായവർക്ക് അതുപോലെ തന്നെ മുത്തവസ്സിത്തീങ്ങളായവർക്കൊക്കെ പഠിക്കാൻ പാകത്തിലുള്ള ഒരു ചെറു ഗ്രന്ഥമാണത്. വരും മജ്ലിസുദ്ദുആത്തുകളിലായി ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ചെറിയ രീതിയിൽ നമ്മൾ വിശദീകരിക്കും. അതിൻ്റെ മുന്നോടിയായി ഒരു ആമുഖം എന്ന നിലയിൽ ഉസൂലുൽ ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ 6 പോയിന്റുകളിലായി സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, എന്താണ് ഉലൂമുൽ ഹദീസ്? ഉലൂമുൽ ഹദീസ് ഒരു വിജ്ഞാന ശാഖയാണ്. അടിസ്ഥാനപരമായും 2 ഇൽമുകളെ കൈകാര്യം ചെയ്യുന്ന, ഉൾക്കൊള്ളിക്കുന്ന ഒരു വിജ്ഞാന ശാഖയാണത്. ഒന്ന് ഇൽമുൽ ഹദീസി റിവായ, 2 ഇൽമുൽ ഹദീസി ദിറായ. ഇൽമുൽ ഹദീസി റിവായ എന്ന് പറഞ്ഞാൽ ഹുവ ഇൽമുൻ യസ്തമിലു അലാ അഖ്വാലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഫ്ആലിഹി വതക്രീറാത്തിഹി വസിഫാത്തിഹി വരിവായാത്തിഹ വലബ്തിഹ വതഹരീരി അൽഫാലിഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവൃത്തികൾ, മൗനാനുവാദങ്ങൾ, വിശേഷണങ്ങൾ, അതിൻ്റെ റിപ്പോർട്ട്, അതിനെ കൃത്യമാക്കൽ, അതിൻ്റെ അൽഫാലുകളെ തഹരീർ ചെയ്യൽ പോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇൽമിനാണ് ഇൽമുൽ ഹദീസി റിവായ എന്ന് പറയാം. ഇൽമുൽ ഹദീസി ദിറായ എന്ന് പറഞ്ഞാൽ ഹുവ ഇൽമുൻ ബിഖവാനീന യുഅറഫു ബിഹാ അഹ്വാലുസ് സനദി വൽ മത്ൻ. സനദിൻ്റെയും മത്നിൻ്റെയും അവസ്ഥകൾ അറിയാൻ സഹായകമാകുന്ന ഏതാനും ചില തത്വങ്ങളെ, നിയമങ്ങളെ സംബന്ധിച്ചുള്ള അറിവിനാണ് ഉലൂമുൽ ഹദീസി ദിറായ എന്ന് പറയാം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇൽമുൻ ബി ഉസൂലിൻ വ ഖവായിദ യുഅറഫു ബിഹാ അഹ്വാലുസ് സനദി വൽ മത്നി മിൻ ഹൈസുൽ ഖബൂലു വറദ്ദു. ഒരു ഹദീസ് സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ എന്നറിയാൻ സഹായകമാകുന്ന ചില ഉസൂലുകളെയും ഖായിദകളെയും സംബന്ധിച്ചുള്ള അറിവിനാണ് ഇൽമുൽ ഹദീസി ദിറായ എന്ന് പറയാം. ഇൽമുൽ ഹദീസി ദിറായക്ക് ധാരാളം പേരുകളുണ്ട്. മുസ്തലഹുൽ ഹദീസ്, ഉസൂലുൽ ഹദീസ്, ഉലൂമുൽ ഹദീസ് എന്നിങ്ങനെയൊക്കെ ഇൽമുൽ ഹദീസി ദിറായക്ക് പേരുകളുണ്ട്. ഈ 2 ഇൽമുകളാണ് ഉലൂമുൽ ഹദീസിൽ അടിസ്ഥാനപരമായും ചർച്ച ചെയ്യപ്പെടുന്ന 2 ഇൽമുകൾ. ഇമാം ഇബ്നുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ 2 ഇൽമുകളെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ അൽ മദ്ലൂമത്തുൽ ബൈക്കൂനിയുടെ ഷറഹിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, സുമ്മ അലം അന്ന ഇൽമൽ ഹദീസി യൻഖസിമു ഇലാ ഖിസ്മൈൻ. പിന്നെ നീ അറിയണം, ഇൽമുൽ ഹദീസ് 2 വിഭാഗമാകുന്നുണ്ട്. അൽ അവ്വലു ഇൽമുൽ ഹദീസി റിവായതൻ വസാനി ഇൽമുൽ ഹദീസി ദിറായതൻ. ഇൽമുൽ ഹദീസി റിവായ, ഇൽമുൽ ഹദീസി ദിറായ. ഫഇൽമുൽ ഹദീസി റിവായതൻ, ഇൽമുൽ ഹദീസി റിവായതൻ എന്നാൽ ആ ഇൽമ് യബ്ഹസു അമ്മാ യുൻഖലു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഖ്വാലിഹി വ അഫ്ആലിഹി വ അഹ്വാലിഹി വയുബ്ഹസു ഫീമാ യുൻഖൽ ലാ ഫീ അന്നഖൽ. ഇൽമുൽ ഹദീസി ദിറായ എന്നാൽ ആ ഇൽമ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും അവസ്ഥകളെയുമാണ്
ഗവേഷണം ചെയ്യുന്നത്, പരിശോധിക്കുന്നത്. വയുബ്ഹസു ഫീമാ യുൻഖൽ ലാ ഫിന്നഖൽ, റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള ചർച്ചയല്ല, മറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇൽമുൽ ഹദീസ് റിവായ. നമുക്ക് ഉദ്ധരിക്കപ്പെട്ടു വന്ന ഹദീസ് ഉണ്ടല്ലോ, മത്തിൻ, അത് എന്താണ്? അത് നബിയുടെ വാക്കാണോ, പ്രവൃത്തിയാണോ, സിഫത്താണോ, ഹാലാണോ, ഈ ഹദീസ് അറിയിക്കുന്നത് എന്താണ് പോലുള്ള ചർച്ചകൾക്കാണ് ഇൽമുൽ ഹദീസ് റിവായ എന്ന് പറയാം. അതായത് മത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചക്കാണ് ഇൽമുൽ ഹദീസ് റിവായ എന്ന് പറയുക. ഇമാം ഇബ്നുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അതൊന്നും കൂടി വിശദീകരിച്ചു തരാണ്. മിസാലുഹു, അതിൻ്റെ ഉദാഹരണം, ഇൽമുൽ ഹദീസി റിവായത്തൻ, അതിൻ്റെ ഉദാഹരണം, ഇദാ ജാഅന ഹദീസുൻ, നമ്മിലേക്ക് ഒരു ഹദീസ് വന്നാൽ, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഒരു ഹദീസ് വന്നാൽ, ഫഇന്നനാ നബ്ഹസു ഫീഹി, ആ ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഗവേഷണം നടത്തും. അൽഹുവ ഖൗലുൻ ഔ ഫിഅലുൻ ഔ ഹാലുൻ, ഈ നബിയിൽ നിന്ന് വന്ന ഹദീസ് നബിയുടെ വാക്കാണോ, നബിയുടെ പ്രവൃത്തിയാണോ, നബിയുടെ ഹാലാണോ എന്ന് നമ്മൾ പരിശോധിക്കും. വഹൽ യദുല്ലു അലാ കദ ഔ ലാ യദുൽ, ഇത് ഇന്ന വിഷയത്തെ അറിയിക്കുന്നുണ്ടോ ഇല്ലയോ പോലുള്ള ചർച്ചകൾ. ഈ ഹദീസ് അറിയിക്കുന്നത് ഇന്നതാണ്, ഈ ഹദീസിലൂടെ ഇന്നത് കിട്ടുന്നു പോലുള്ള ചർച്ചകളിൽ നമ്മൾ ഏർപ്പെടും. അങ്ങനെ ഏർപ്പെടുന്ന ഇൽമിനാണ് ഇൽമുൽ ഹദീസി റിവായ എന്ന് പറയുക. ഫഹാദ ഹുവ ഇൽമുൽ ഹദീസി റിവായ, ഇതാണ് ഇൽമുൽ ഹദീസി റിവായ. മനസ്സിലായില്ലേ? മത്തിനെ സംബന്ധിച്ചുള്ള ചർച്ച. ശേഷം അദ്ദേഹം പറയാണ്, വമൗദൂഉഹു അൽ ബഹ്സു ഫി ദാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൽമുൽ ഹദീസി റിവായ കൈകാര്യം ചെയ്യുന്ന വിഷയം നബിയുടെ ദാത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെക്കുറിച്ചാണ്. വമാ യസ്തുറു അൻ ആദിഹി ദാത്ത്, ആ ദാത്തിൽ നിന്നും ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. നബിയെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെക്കുറിച്ച്, പ്രവൃത്തികളെക്കുറിച്ച്, സിഫാത്തുകളെക്കുറിച്ച്, അഹ്വാലുകളെക്കുറിച്ചുള്ള ചർച്ചകൾ, അതാണ് ഇൽമുൽ ഹദീസ് റിവായയുടെ പ്രതിപാദ്യ വിഷയം. മിൻ അഖ്വാലിൻ വ അഫ്ആലിൻ വ അഹ്വാലിൻ വ മിനൽ അഫ്ആലി അൽ ഇഖ്റാർ, നബിയുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് ഇഖ്റാർ, മൗനസമ്മതം. ഒരു കാര്യം കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനമായി സമ്മതിക്കുക, എതിർക്കാതെ, തെറ്റാന്ന് പറയാതെ സമ്മതിക്കുന്ന കാര്യത്തിന് ഇഖ്റാർ എന്ന് പറയാം. ഫഇന്നഹു യുഅ്തബറു ഫിഅലൻ, നബിയുടെ മൗനാനുവാദം നബിയുടെ പ്രവർത്തനമായിട്ടാണ് പരിഗണിക്കുക. നബി ഒരു കാര്യം കണ്ടിട്ട് അതിനെ മൗനസമ്മതം നൽകിയാൽ അത് നബി പ്രവർത്തിച്ചതായിട്ടാണ് പരിഗണിക്കുക, നബിയുടെ പ്രവർത്തനത്തിലാണ് അതിനെ പെടുത്തുക. വ അമ്മാ അൽ അഹ്വാലു, നബിയുടെ അഹ്വാലുകളുണ്ടല്ലോ, ഫഹിയ സിഫാത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്തുകളാണ്. കത്തൂലി വൽ ഖിസരി വൽ ലൗനി വൽ ഗളബ് വൽ ഫറഹ് വമാ അശ്ബഹ ദാലിക്. സിഫാത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ തൂല്, നീളം, നബിയുടെ ഖിസർ, നബി നീണ്ട ആളാണോ കുറുകിയ ആളാണോ, നബിയുടെ നിറന്ത്, നബിയുടെ കോപം, നബിയുടെ സന്തോഷം പോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചക്കാണ് അഹ്വാൽ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൽമുൽ ഹദീസി റിവായത്തിൽ ചർച്ച ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ഇൽമു, അമ്മ ഇൽമുൽ ഹദീസി ദിറായ, ഇൽമുൽ ഹദീസി ദിറായ എന്നാൽ ഫഹുവ ഇൽമുൻ യുബ്ഹസു ഫീഹി അൻ അഹ്വാലിർ റാവി വൽ മർവി, ആ ഇൽമിൽ ചർച്ച ചെയ്യപ്പെടുന്നത് റാവിയുടെയും മർവിയുടെയും, സനദിൻ്റെയും മത്തിൻ്റെയും അവസ്ഥ. മിൻ ഹൈസുൽ ഖബൂൽ വർ റദ്ദു, അത് സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ എന്ന നിലയിൽ. നമുക്ക് കിട്ടിയ ഹദീസ് ഉണ്ടല്ലോ, ഹദീസിന് സനദുണ്ടാവും മത്തിനും ഉണ്ടാവും. ആ സനദിനെ സംബന്ധിച്ച് ആദ്യം ചർച്ച ചെയ്യും, ഈ സനദ് സ്വീകാര്യമായ സനദാണോ, ഇന്ന റാവിമാർ തിക്കത്തുകളാണോ, അതല്ല ളുഅഫാകൾ ആ സനദിലുണ്ടോ. രണ്ടാമത്തെ മത്തിന്, ഈ മത്തിന് ഷാദാണോ അതല്ല ഇല്ലത്തുണ്ടോ പോലുള്ള കാര്യങ്ങൾ. സനദും മത്തിനും സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ എന്ന ചർച്ചയിൽ ഏർപ്പെടുന്നതിനാണ് ഇൽമുൽ ഹദീസി ദിറായ എന്ന് പറയുക. മിസാലുഹു, ഇമാം ഇബ്നുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി ഉദാഹരണം പറയാൻ, ഇദാ വജദ്നാ റാവിയൻ, നമ്മൾ റാവിയെ കണ്ടാൽ, ഫഇന്നാ നബ്ഹസു അൽ ഹാദ റാവി മഖ്ബൂലുൻ അം മർദൂദ്, ഈ റാവി സ്വീകാര്യനാണോ അസ്വീകാര്യനാണോ എന്ന് നമ്മൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ അമ്മൽ മർവിയു ഫഇന്നഹു യുബ്ഹസു ഫീഹി മാ ഹുവൽ മഖ്ബൂലു മിൻഹു വ മാ ഹുവൽ മർദൂദ്, ഒരു മത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ആ മത്തിന് സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ നമ്മൾ ഗവേഷണം നടത്തും. ഇങ്ങനെ ഗവേഷണം നടത്തുന്ന ഇൽമിനാണ് ഇൽമുൽ ഹദീസി ദിറായ. അതാണ് ഉസൂലുൽ ഹദീസ്, അതാണ് മുസ്തലഹുൽ ഹദീസ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇൽമുൽ ഹദീസ് രണ്ട് രീതിയിലുണ്ട്. ഇതാണ് ഒന്നാമത്തെ ചർച്ച. ഇൽമുൽ ഹദീസ് രണ്ട് വിഭാഗമാണ്. ഒന്ന് ഇൽമുൽ ഹദീസ് റിവായ,
2 ഇൽമുൽ ഹദീസി ദിറായ. ഉസൂൽ ഹദീസ് പഠിക്കുന്ന താലിബുൽ ഇൽമ് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഉസൂലുൽ ഹദീസ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യമെന്ത്? ഒരു വലിയൊരു വിജ്ഞാന ശാഖയാണ്. തുലാബുൽ ഇൽമൊക്കെ ഏറെ താല്പര്യത്തോടു കൂടി ഇത് പഠിക്കുന്നുണ്ട്. മദാരിസുകളിൽ ഇത് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തിനാണിത് പഠിക്കുന്നത്? ഇത് പഠിച്ചതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ഈ ഇൽമിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്? ഇതും ഈ ഇൽമ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇൽമുൽ ഹദീസ് എന്ന ഈ വിജ്ഞാന ശാഖ പഠിക്കുന്നത് കൊണ്ടുള്ള പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നറിയിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഒന്നാമത്തേത്, ഈ വിജ്ഞാന ശാഖ പഠിക്കുന്നതിലൂടെ ദീനിൻ്റെ സംരക്ഷണം പൂർത്തിയാകുന്നു. എന്തെന്നാൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ എന്നറിയുമ്പോൾ മാത്രമാണ് ദീനിലുള്ളതേത് ദീനിൽ ഇല്ലാത്തത് ഏത് എന്ന് ഒരുത്തന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ദീനിൽ പെടാത്തതിനെ മാറ്റി നിർത്താൻ പറ്റും, ദീനിലുള്ളതിനെ മാത്രം സ്ഥിരപ്പെടുത്താൻ പറ്റും. അപ്പോൾ ദീനിൻ്റെ പൂർത്തീകരണം കൂടിയാണ് ഈ വിജ്ഞാന ശാഖയിലൂടെ ഉണ്ടാകുന്നത്. 2, ഈ വിജ്ഞാനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാത്തവരുടെ വാക്കുകളും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഏതാണ് നബി പറഞ്ഞത്, ഏതാണ് നബി പറയാത്തത്, ഇത് നബിയുടെ വാക്കാണോ അതല്ല നബി അല്ലാത്തവരുടെ വാക്കാണോ, ഇതൊക്കെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക ഈ ഇൽമുൽ ഹദീസിലൂടെയാണ്, ഈ വിജ്ഞാന ശാഖയിലൂടെയാണ്. അങ്ങനെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം എന്താണ്? ശത്രുക്കളുടെയും വ്യാജന്മാരുടെയും കുതന്ത്രങ്ങൾ ഇല്ലാതാവും. ശത്രുക്കൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ബദ്ധവൈരികൾ, അവർ ഇസ്ലാമിനെ തകർക്കാൻ പല മാർഗങ്ങളും വഴികളും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബിയുടേതല്ലാത്ത വാക്കുകളെ ദീനിൽ കയറ്റാൻ ഇത് നബിയുടെ വാക്കാണ് എന്ന് പറഞ്ഞവർ രംഗത്ത് വരും. അപ്പോൾ ഈ വിജ്ഞാന ശാഖയിലൂടെ അവരുടെ കുതന്ത്രങ്ങളെ നമുക്ക് തകർത്ത് തരിപ്പണമാക്കാൻ സാധിക്കും. ഇത് നബിയുടെ വാക്കല്ല, നബിയിൽ നിന്നും ഇങ്ങനെയൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് ആധികാരികമായി പറയാൻ ഈ ഇൽമുൽ ഹദീസിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ഇഖ്റാറാത്തുകളെയും വേർതിരിച്ച് മാറ്റി നിർത്താൻ, അതല്ലാത്തതിനെയും വേർതിരിക്കാൻ ഈ ഇൽമിലൂടെ നമുക്ക് സാധിക്കും. അങ്ങനെ ഈ കുതന്ത്രികളുടെ, ഈ ശത്രുക്കളുടെ തിരിമറികളെ നമുക്ക് പിടികൂടാൻ സാധിക്കും. ചെറിയ വിഷയമല്ല അത്, വളരെ ഗൗരവമുള്ള വിഷയമാണത്. മൂന്നാമത്തെ കാര്യം, ദീനിൽ കടത്തിക്കൂട്ടിയവർക്കും കള്ള ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രചരിപ്പിക്കുന്നവർക്കും നരകമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയിട്ടുണ്ട്. ദീനിൽ പുതുതായി ഒരു ബിദ്അത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അത് നബിയുടെ പേരിൽ ചേർക്കുക, നബിയുടെ പേരിൽ കള്ള ഹദീസുകൾ ഉണ്ടാക്കുക, നബി പറയാത്തത് നബി പറഞ്ഞെന്ന് പറയാം, ഇതൊക്കെ ചെയ്യുന്നവർക്ക് നരകമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ വിജ്ഞാന ശാഖ പഠിക്കുന്നതിലൂടെ, ഉസൂലുൽ ഹദീസ് പഠിക്കുന്നതിലൂടെ ആ കടുത്ത താക്കീതിൽ നിന്നും ആ പഠിക്കുന്ന വ്യക്തിക്ക് രക്ഷപ്പെടാൻ സാധിക്കും, നരകത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖ്അദഹു മിനൻ നാർ. ആരെങ്കിലും മനഃപൂർവ്വം എൻ്റെ മേൽ കള്ളം ഉണ്ടാക്കിയാൽ അവൻ നരകത്തിൽ നിന്നുമുള്ളൊരു സീറ്റ് ഉറപ്പിച്ചുകൊള്ളട്ടെ. നബിയുടെ മേൽ കളവ് പറയൽ വൻപാപാണ്, ഹറാമാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ നരകത്തിൽ നിന്നുമുള്ളൊരു സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് റസൂൽ താക്കീത് നൽകുക. ഇൽമുൽ ഹദീസ് പഠിക്കുന്നതിലൂടെ നബി പറഞ്ഞതേത് പറയാത്തതേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിലൂടെ ഈ താക്കീതിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും ആ വ്യക്തി മോചിതനാകുന്നു എന്ന്. നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനായി പഠിപ്പിച്ചത് കൊണ്ട് മാത്രം ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കുന്നു ഇൽമുൽ ഹദീസ് പഠിക്കുന്നതിലൂടെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും കാലശേഷം ഒരുപാട് ബിദഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ ധാരാളം ബിദ്അത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒക്കെ ദീനിൻ്റെ പേരിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, ഏതാണ് ദീനിൽ എത്തിക്കൂട്ടപ്പെട്ടത് പോലുള്ള കാര്യങ്ങളൊക്കെ ഇൽമുൽ ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക്, പഠിതാവിന് ബോധ്യമാകും. അപ്പോൾ റസൂലുള്ള പഠിപ്പിച്ചു തന്ന ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റും. അല്ലായെങ്കിൽ കള്ളന്മാരും വ്യാജന്മാരും ബിദഅത്തുകളുണ്ടാക്കിയ ബിദ്അത്തുകളും ഖുറാഫാത്തുകളും ചെയ്തിട്ട് ഇതൊക്കെ പുണ്യമുള്ളതാണ്, അള്ളാഹിലേക്ക് അടുക്കാനുള്ള ഇബാദത്താണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അമല് ചെയ്യും. അപ്പോൾ ഉസൂൽ ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ബിദ്അത്തും ഖുറാഫാത്തുകളൊന്നും കടന്നു വരില്ല. അവർക്ക് നബി പഠിപ്പിച്ചതാണ് അല്ലയോ എന്ന് ഉറപ്പിക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കുന്നതിനെ താക്കീത് നൽകിയിട്ടുണ്ട്, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു അമൽ ഒരാൾ ചെയ്താൽ അത് തള്ളപ്പെടണം, അല്ലേ?
മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഈ ദീനിൽ ഇല്ലാത്തൊരു കാര്യം ദീനിൽ ഉണ്ടാക്കിയാൽ തള്ളപ്പെടേണ്ടതാണ്, അത് സ്വീകാര്യമല്ല. അപ്പോൾ ദീനിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ബിദഈകൾ, പുത്തനാശയക്കാർ പലതും ദീനിൽ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അതിനൊക്കെ തള്ളൽ അനിവാര്യമാണ്, അതൊന്നും ദീനല്ല. അതുകൊണ്ടൊന്നും അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഇബാദത്തിലൂടെ മാത്രമേ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നബി പഠിപ്പിച്ച ഇബാദത്തുകൾ ഏത്, പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട ഇബാദത്തുകൾ ഏത് എന്നൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ഉസൂൽ ഹദീസിലൂടെ സാധ്യമാകുന്നു എന്നതാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയ ആൾക്കാരെ ശക്തമായി ആക്ഷേപിച്ചിട്ടുണ്ട്. റസൂലുള്ള പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഇബാദത്തായി കൊണ്ടു നടക്കുന്നവരെ, മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാ. അള്ളാഹു അനുവദിക്കാത്ത കാര്യങ്ങൾ ഈ ദീനിൽ ഉണ്ടാക്കാൻ ഇവർക്ക് അള്ളാഹ്ക്ക് പുറമെ വേറെ പങ്കാളികളുണ്ടോ എന്ന് അള്ളാഹു ആക്ഷേപിച്ച് ചോദിക്കാൻ. അത് പറ്റൂല. അള്ളാഹിൻ്റെ ദീനിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിക്കാത്ത ഒന്ന് അഖീദയാകാൻ പാടില്ല, ഇബാദത്താകാൻ പാടില്ല, അത് തള്ളപ്പെടേണ്ടതാണ്. അപ്പോൾ ഉസൂൽ ഹദീസിലൂടെ, ഉസൂൽ ഹദീസിൻ്റെ പഠനത്തിലൂടെ കൃത്യമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് ബാക്കിയാക്കി കൊടുത്ത ദീൻ മനസ്സിലാക്കിയെടുക്കാനും അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനും നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഈ ഇൽമിൻ്റെ ശ്രേഷ്ഠത വമ്പിച്ചതാണ്. ഇൽമിൻ്റെ പ്രാധാന്യം ഏറെ ഗൗരവമുള്ളതാണ്, ഏറെ പ്രാധാന്യമുള്ള വിഷയമാണ് ഈ ഇൽമ്, ഈ ഇൽമുൽ ഹദീസ്, ഉസൂലുൽ ഹദീസ് എന്ന ഇൽമ്. അഞ്ചാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടത് ഏത് ഏതല്ല എന്നിങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിലൂടെ, ഉലൂമുൽ ഹദീസിലൂടെ കിട്ടുന്ന നേട്ടം അതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടത് ഏത്, സ്ഥിരപ്പെടാത്തത് ഏത് എന്ന് വേർതിരിക്കലാണ് ഇൽമുൽ ഹദീസിൽ നിന്നുള്ള കിട്ടുന്ന നേട്ടം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഇസ്രായേലിയാത്ത് പോലുള്ള അതിൽ നിന്നൊക്കെ കടന്നു വന്ന, മറ്റു മതസ്ഥരിൽ നിന്നൊക്കെ കടന്നു വന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഖുറാഫാത്ത് അർത്ഥങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ട്, ഇസ്ലാമിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അതൊക്കെ കെട്ടുകഥകളും മറ്റൊക്കെയാണ്, ഇസ്രായേലത്താണ്. അതൊക്കെ ഈ ഇൽമുൽ ഹദീസ് പഠിക്കുന്നതിലൂടെ വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ അന്ധവിശ്വാസത്തിൽ നിന്നും രക്ഷ ഇൽമുൽ ഹദീസ് പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നു. ഇതല്ലാത്ത മറ്റു ഒരുപാട് നേട്ടങ്ങൾ ഈ ഇൽമുൽ ഹദീസ് പഠിക്കുന്നതിലൂടെ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഏറെ പ്രാധാന്യമുള്ള 5 കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തു എന്ന് മാത്രം. ഇതെല്ലാം ഈ മഹത്തായ വിജ്ഞാന ശാഖയായ ഉസൂൽ ഹദീസ് പഠിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന പ്രയോജനങ്ങളാണ്. ഇതിലൂടെ ഈ ഇൽമു പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമാകുന്നു. മൂന്നാമത്തെ കാര്യം, ഇത് രണ്ടാമത്തെ കാര്യത്തോട് ചേർത്ത് പറയേണ്ടതാണ്, പക്ഷെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് ഒരു പ്രത്യേക വിഷയമായതുകൊണ്ടാണ്. ഇൽമുൽ ഹദീസ് പഠിക്കുന്ന, ഉസൂൽ ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥി ആ ഇൽമിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടാൻ ഈ മൂന്നാമത്തെ ഹെഡിങ് സെപ്പറേറ്റ് പഠിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആക്കിയത്. എന്താണത്? സ്വഹീഹായ ഹദീസും ഖുർആൻ പോലെ തന്നെ പ്രമാണമാണ്. അപ്പോൾ ഹദീസ് നമ്മുടെ പ്രമാണമാണ്. സ്വഹീഹായ ഹദീസ് ദീനിൻ്റെ പ്രമാണമാണ്. പ്രമാണമാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഏത് എന്ന് അറിയൽ അനിവാര്യമാണ്. ഉസൂൽ ഹദീസ് പഠിക്കുന്നതിലൂടെ അത് തിരിയുള്ളൂ. നമ്മുടെ പ്രമാണമായ ഹദീസിനെ, സ്വഹീഹായ ഹദീസിനെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കി തരാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇൽമാണ് ഇൽമുൽ ഹദീസ്. അതുകൊണ്ടാണ് മൂന്നാമത്തെ കാര്യം പ്രത്യേകമായി ഞാൻ എടുത്തു പറയുന്നത്. സ്വഹീഹായ ഹദീസ് ഖുർആൻ പോലെ തന്നെ പ്രമാണമാണ്. ഈ ഹെഡിങ്ങിൻ്റെ കീഴിൽ 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്ന്, സ്വഹീഹായ ഹദീസുകൾ ഖുർആൻ പോലെ വഹിയാണ്. ഖുർആൻ വഹിയാണല്ലോ, അതേപോലെ വഹിയാണ് സ്വഹീഹായ ഹദീസുകളും. അപ്പോൾ അതിനെ സംരക്ഷിക്കൽ ഈ ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലേ? ഹദീസിനെ സംബന്ധിച്ചിട്ട്, സ്വഹീഹായ ഹദീസുകളെ സംബന്ധിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹവയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കൂല. അദ്ദേഹം സംസാരിക്കുന്നത് വഹ്യുൻ യൂഹാ, നബിക്ക് നൽകുന്ന വഹിയാണ്. പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെല്ലാവരും ഈ ഒരു ആശയത്തിൻ്റെ മേൽ ഇത്തിഫാഖാണ്. സ്വഹീഹായ ഹദീസുകൾ ഖുർആൻ പോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വഹിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു. നിങ്ങൾ അറിയണം, എനിക്ക് അള്ളാഹു ഗ്രന്ഥം നൽകിയിട്ടുണ്ട്, ഖുർആൻ, അതുപോലെയുള്ളതും നൽകിയിട്ടുണ്ട്. ഗ്രന്ഥം മാത്രമല്ല, അതിനോടൊപ്പം
മറ്റൊന്ന് നൽകിയിട്ടുണ്ട്. അതേതാണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചു, അത് ഹദീസ്, സ്വഹീഹായ ഹദീസുകളാണ്. അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹ, അറിയണം എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, വമിസ്ലഹു മഅഹു, അതിനോടൊപ്പം അതുപോലത്തത് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഖുർആനും ഹദീസും റസൂലുള്ളാഹിക്ക് അല്ലാഹു വഹിയായി നൽകിയതാണ്. അലാ യൂഷികു റജുലുൻ യൻസനി ശബആന അലാ അരീകതിഹി യഖൂൽ അലൈക്കും ബിൽ ഖുർആൻ ഫമാ വജദതും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലു വമാ വജദതും ഫീഹി മിൻ ഹറാമിൻ ഫഹരിമു. നിങ്ങൾ അറിയണം, പിൽക്കാലത്ത് ചില ആൾക്കാർ വരും, ഒരു വ്യക്തി വരും, അവൻ കസേരയിൽ ചാരി ഇരുന്നു കൊണ്ട് പറയും, വയറ് നിറച്ച് സാപ്പാട് കഴിച്ച് വയറ് നിറച്ച് കസേരയിൽ ചാരിയിട്ടും പറയും, അലൈക്കും ബിൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ മാത്രം മുറുകെ പിടിച്ചാൽ മതി. ഫമാ വജദതും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലു, ഖുർആനിൽ എന്താണോ ഹലാൽ കണ്ടത് അത് ഹലാലാക്കുക. വമാ വജദതും ഫീഹി മിൻ ഹറാമിൻ ഫഹരിമു, ഖുർആനിൽ എന്താണോ ഹറാമ് കണ്ടത് അതിനെ ഹറാമാക്കുക എന്ന് പറയുന്ന ബിദൈകൾ, പുത്തനാശയക്കാർ പിന്നീട് വരും. നിങ്ങൾ അറിയണം, എനിക്ക് ഖുർആൻ മാത്രമല്ല കിട്ടിയത്, ഹദീസും എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന്. ഇമാം തിർമിദിയും ഇബ്നു മാജഹ് ഉദ്ധരിച്ച റിപ്പോർട്ടിലുള്ളത്, അലാ ഇന്നമാ ഹറമ റസൂലുള്ളാഹ് കമാ ഹറമല്ലാഹ്, നിങ്ങൾ അറിയണം, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ ഹറാമാക്കിയത് അള്ളാഹു ഹറാമാക്കിയത് പോലെയാണ് എന്ന്. ഖുർആനും ഹദീസും വഹിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിൽക്കാലക്കാരായ ചിലർ ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട എന്ന് പറഞ്ഞ് രംഗത്ത് വരുമെന്നത് മുമ്പേ താക്കീത് നൽകിയിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാർ വരും, ഖുർആൻ മാത്രം മതി, ഹദീസ് പ്രമാണമല്ല എന്ന് പറഞ്ഞിട്ട്. റസൂൽ അതിനെ തിരുത്താണ്, അല്ല, എനിക്ക് ഖുർആനുണ്ട്, ഹദീസും എനിക്ക് വഹിയായി നൽകപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ്, അൻ അബി റാഫിഇൻ മൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഉൽഫിയന്ന അഹദകും മുത്തഖിയൻ അലാ അരീകതിഹി യഅതീഹിൽ അംറു മിമ്മാ അമർതു ബിഹി ഔ നഹൈതു അൻ ഫയഖൂൽ ലാ അദ്രി മാ വജദ്നാ ഫീ കിതാബില്ലാഹി തബഅന. റസൂലുള്ളാഹി പറയാൻ, ലാ ഉൽഫിയന്ന അഹദകും, ഞാൻ നിങ്ങളെ ആരെയും കാണാൻ പാടില്ല, മുത്തഖിയൻ അലാ അരീകതിഹി, അവൻ്റെ കസേരയിൽ ചാരി ഇരുന്നു കൊണ്ട്, ചാരിയിരിക്കുന്ന ഒരുത്തൻ നിങ്ങളങ്ങനെ കാണാൻ പാടില്ല. യഅതീഹിൽ അംറു മിമ്മാ അമർതു ബി, അങ്ങനെ ചാരിയിരിക്കുന്ന അവസ്ഥ ഒരു വിശേഷണം പറയാൻ, നിങ്ങൾ കസേരയിൽ ചാരിയിരിക്കുന്നു, അപ്പോൾ യഅതീഹി അൽ അംറു മിമ്മാ അമർതു ബി ഔ നഹൈതു അൻ, അവന് ഞാൻ കൽപ്പിച്ചൊരു കാര്യം വരുന്നു അല്ലെങ്കിൽ ഞാൻ നിരോധിച്ചൊരു കാര്യം വരുന്നു. അപ്പോൾ അവൻ പറയാൻ, ലാ അദിരി, എനിക്കറിയില്ല, അതായത് സുന്നത്ത് പ്രമാണമല്ല, അതുകൊണ്ട് ഇതൊന്നും എനിക്കറിയില്ല. മാ വജദ്നാ ഫീ കിതാബില്ലാഹി തബഅന, ഖുർആനിൽ എന്താണോ കണ്ടെത്തിയത് അതേ നമ്മൾ ഫോളോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ചാരു കസേരയിൽ കാരിയിരുന്ന് ഹദീസിനെ തള്ളുന്നവരായി ഞാൻ നിങ്ങളെ കാണരുത് എന്ന്. ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുർആൻ പോലെ തന്നെയാണ് ഹദീസും, നിങ്ങൾ ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നവരാകരുത് എന്ന് താക്കീത് നൽകുകയാണ്. ഈ ആയത്തിലൂടെയും ഈ രണ്ട് ഹദീസുകളിലൂടെയും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഖുർആൻ പോലെ തന്നെ ഹദീസും വഹിയാണ് എന്നതാണ്. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ വാജിബാണ്. റസൂൽ ഹദീസിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. റസൂലുള്ളാഹിനെ അനുസരിക്കൽ വാജിബാണ്. അപ്പോൾ ഹദീസിൽ വന്ന കാര്യങ്ങളാണ് റസൂലുള്ളാഹിൻ്റെ വാക്കുകൾ, അവകളെ അനുസരിക്കൽ വാജിബാണെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ ഏതെന്ന് അറിയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങളെ സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഉസൂൽ ഹദീസിൻ്റെ പഠനത്തിലേക്ക് അവൻ ആവശ്യക്കാരനായിത്തീരുന്നു. റസൂലുള്ളാഹിനെ അനുസരിക്കൽ വാജിബാണ് എന്നത് ധാരാളം ആയാത്തുകളിലൂടെയും ഹദീസുകളുടെയും സ്ഥിരപ്പെട്ട കാര്യമാണ്. ഏതാനും ചില ആയത്തുകളും ഹദീസുകളും ആ വിഷയത്തിൽ ഞാൻ ഉദ്ധരിക്കാം. ഒന്ന്, സൂറത്തു നിസായിലെ 65-ാമത്തെ ആയത്ത്. അള്ളാഹു പറയുന്നു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖലൈത വയുസല്ലിമു തസ്ലീമാ. ഇല്ല, നിന്റെ റബ്ബിനെ തന്നെ സത്യം, ലാ യുഅ്മിനൂന, ഇവർ മുഅ്മിനുകളാകുകയില്ല. ആരും, ഈ വിഷയം മുനാഫികളുടെ വിഷയത്തിലാണ് ഇറങ്ങുന്നത്, ഇതെല്ലാവർക്കും ബാധകമാണ്. ഇവരാരും തന്നെ മുഅ്മിനുകളാകുകയില്ല. എപ്പോൾ വരെ? ഹത്താ യുഹക്കിമുക, ഇവർ താങ്കളെ ഹാക്കിമാക്കുന്നത് വരെ, ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിൽ അവർ താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ ഇവരാരും തന്നെ മുഅ്മിനീങ്ങളാകുകയില്ല. സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖലൈത, രണ്ടാമത്, താങ്കൾ വിധിച്ച വിധിയിൽ അവരുടെ മനസ്സിൽ ഒരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല. മൂന്ന്, വയുസല്ലിമു തസ്ലീമ, മനസ്സ വാച കർമ്മണ, അതിനെ അംഗീകരിക്കുകയും ചെയ്യണം.
ഈ ആയത്തിൽ 3 കാര്യം പറയുന്നത് മുഅ്മിനാകാൻ. ഒന്ന്, എന്തേത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും വിധി തേടി ആരിലേക്ക് പോകണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പോകണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂൽ വഫാത്തായാൽ റസൂലിന്റെ ശരീഅത്തിലേക്ക് പോകണം, ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങണം. 2, ഖുർആനിലും സുന്നത്തിലും എന്താണോ വിധിയായി പ്രസ്താവിച്ചിട്ടുള്ളത് അതിനെ അംഗീകരിക്കുന്ന വിഷയത്തിൽ മനസ്സിലൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. 3, അതിനെ പൂർണ്ണമായും അംഗീകരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഒരു മുഅ്മിനീങ്ങളാകുകയുള്ളൂ എന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹിനെ ഹാക്കിമാക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ റസൂലുള്ള വിധിക്കുമ്പോൾ ആ വിധി അനുസരിക്കൽ വാജിബാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, യുക്സിമു തആല ബിനഫ്സിഹിൽ കരീമത്തിൽ മുഖദ്ദസ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തിൻ്റെ മേൽ സത്യം ചെയ്ത് പറയാണ്, വറബ്ബിക, നിന്റെ റബ്ബിനെ തന്നെ സത്യം. എന്ത്? അന്നഹു ലാ യുഅ്മിനു അഹദുൻ, ഒരാളും തന്നെ മുഅ്മിനാകുകയില്ല, ഹത്താ യുഹക്കിമർ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജമീഇൽ ഉമൂർ, എല്ലാ വിഷയത്തിലും റസൂലുള്ളാഹിനെ ഹാക്കിമാക്കുന്നത് വരെ ഒരാളും തന്നെ മുഅ്മിനാകുകയില്ല. ഫമാ ഹകമ ബിഹി ഫഹുവൽ ഹഖ്ഖുൽ ലദീ യജിബു ലിൻഖിയാദു ലഹു ബാതിനൻ വലാഹിറ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും വിധിച്ചാൽ ആ വിധി ഹക്കാണ്, അതിന് കീഴൊതുങ്ങൽ പ്രത്യക്ഷമായും പരോക്ഷമായും അതിന് കീഴൊതുങ്ങുക എന്നുള്ളത് നിർബന്ധമാണ്. വലിഹാദ കാല, അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, സുമ്മ ലാ യജിദു ഫി അൻഫുസിഹിം ഹറജം മിമ്മാ ഖലൈത. റസൂലുള്ളാഹി വിധിച്ച വിധിയിൽ മാനസികമായും പ്രയാസം ഉണ്ടാകാൻ പാടില്ല, മനസ്സുകൊണ്ട് തന്നെ സ്വീകരിക്കണം. ശരീരം കൊണ്ട് ചെയ്താൽ മാത്രം പോരാ, ശരീരം കൊണ്ട് പലരും ചെയ്യും, മനസ്സുകൊണ്ട് അംഗീകരിക്കാതെ, അല്ലേ? അതും പോരാ. ബാത്തിനൻ വലാഹിറ, പ്രത്യക്ഷമായും പരോക്ഷമായും അതിനെ സ്വീകരിക്കണം, മാനസികമായും ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമ, ഐ ഇദാ ഹക്കമൂക, ഓ പ്രവാചകരെ, അവർ താങ്കളെ വിധികർത്താവാക്കുകയാണ് എങ്കിൽ യുതിഊനക ഫീ ബവാതിനിഹിം, അവർ അവരുടെ ഉള്ളിൽ മാനസികമായി തന്നെ അവർ താങ്കളെ അനുസരിക്കും. ഫല യജിദൂന ഫി അൻഫുസിഹിം മഹറജ, അവരുടെ മനസ്സിൽ ഒരു പ്രയാസം ഉണ്ടാകുകയില്ല. മിമ്മ ഹകംത ബിഹി, താങ്കൾ വിധിച്ച വിധിയിൽ ഒരു പ്രയാസം ഇവർക്ക് ഉണ്ടാവില്ല. അങ്ങനെ ആകണം. വയൻകാദൂന ലഹു, താങ്കൾ വിധിച്ച വിധി അവർ കീയൊതുങ്ങണം. ഫില്ലാഹിരി, പ്രകടമായി അത് ചെയ്യണം, മാനസികമായി അംഗീകരിക്കണം. ബാഹ്യമായതിനെ യൻകാദൂന ലഹു ഫില്ലാഹിർ വൽ ബാത്തിൻ, മാനസികമായും. ഫയുസല്ലിമൂന ലിദാലിക, അതിനവർ കീയൊതുങ്ങണം, അംഗീകരിക്കണം. തസ്ലീമൻ കുല്ലിയൻ മിൻ ഗൈരി മുമാനഅ വലാ മുദാഫഅ വലാ മുനാസഅ, ഒരു എതിർപ്പുമില്ലാതെ, ഒരു എതിരിടലുമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ അതിനെ പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്യണം എന്ന്. റസൂലിനെ അനുസരിക്കൽ വാജിബാണെന്ന്. 2-ാമത്തെ ആയത്ത്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്ത്. അല്ലാഹു പറയുന്നത്, വമാ കാന ലിമുഅ്മിനിൻ, ഒരു മുഅ്മിനിന് തന്നെ അനുവദനീയമല്ല, വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനത്തിനും അനുവദനീയമല്ല, മുഅ്മിനായ ആണിനും പെണ്ണിനും അനുവദനീയമല്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും എന്തെങ്കിലും ഒരു കാര്യം വിധിച്ചാൽ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവിടെ കാര്യത്തിൽ അവർക്കൊരു ചോയ്സ് അനുവദനീയമല്ല. അല്ലിം അല്ലാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ നമുക്കൊരു ചോയ്സ് ഇല്ല, അനുസരിക്കൽ നിർബന്ധമാണ്. വമൻ യഅസില്ലാഹ വറസൂല ഫഖദ് ളല്ല ളലാലൻ മുബീന, ആരെങ്കിലും അള്ളാനെയോ അള്ളാഹിൻ്റെ റസൂലെയോ ധിക്കരിച്ചാൽ അവൻ വ്യക്തമായ വഴികേടിലുമാണ് എന്ന്. എത്ര കുരുളിച്ചാൽ നോക്കിയേ. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫഹാദിഹിൽ ആയത്തു ആമത്തുൻ ഫി ജമീഇൽ ഉമൂർ, ഈ ആയത്ത് പൊതുവാണ് എല്ലാ വിഷയത്തിലും. വദാലിക അന്നഹു ഇദാ ഹക്കമല്ലാഹു വറസൂലുഹു ബിശൈഇൻ, അല്ലാഹു അല്ലാഹുവിൻ്റെ റസൂൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വിധി കൽപ്പിച്ചാൽ ഫലൈസ ലി അഹദിൻ മുഖാലഫത്തു, ആർക്കും തന്നെ അതിനെതിരാകാൻ പാടില്ല. വല ഇഖ്തിയാറ ലി അഹദിൻ ഹഉന വല റഅയ വല ഖൗല, അവിടെ ഒരാൾക്കും തന്നെ ചോയ്സ് ഇല്ല, അഭിപ്രായം പറയില്ല, ഒരു വാക്കുച്ചരിക്കലില്ല. അള്ളയും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിനെ അനുസരിച്ചോളണം, നിർബന്ധമാണ്. അപ്പോൾ അള്ളാഹിൻ്റെ കൂടെ ആരും അനുസരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം. 3-ാമത്തേത് സൂറത്തു ഹശ്റിലെ 7-ാമത്തെ ആയത്ത്. അള്ളാഹു പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നാൽ നിങ്ങൾ അതിനെ സ്വീകരിക്കണം. എന്തിനെങ്കിലും ഒന്നിനെ വിരോധിച്ചാൽ നിങ്ങൾ അതിനെ വെടിയണം. ഈ ആയത്തിൽ വിശദീകരിച്ചിട്ട് ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഹാദാ ഷാമിലുൻ ലി ഉസൂലിദ്ദീനി വ ഫുറൂഇ. ഇത് ദീനിൻ്റെ ഉസൂലിയായ കാര്യങ്ങൾക്കും ഫുറൂഇയായ കാര്യങ്ങൾക്കുമെല്ലാം ബാധകമാണ്. മൊത്തത്തിൽ റസൂൽ കൊണ്ടുവന്ന ഉസൂലിയായ കാര്യങ്ങളാകട്ടെ ഫുറൂഇയായ കാര്യങ്ങളാകട്ടെ എല്ലാം ഫഹുദു, നിങ്ങൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ റസൂൽ എന്ന് നിരോധിച്ചാൽ ഫൻതഹു, നിങ്ങൾ ഇതിനെ വെടിയണം. ലാഹിരിഹി വ ബാത്തിനി, പ്രത്യക്ഷമായതാകട്ടെ പരോക്ഷമായതാകട്ടെ. വ അന്നമാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യതഅയ്യനു അലൽ ഇബാദി അൽ അഖ്ദു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യത്തെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ മേൽ തായുനാകുകയാണ്, അവൻ ചെയ്യണം. അൽ അഖ്ദു ബിഹി, അതിനെ സ്വീകരിക്കണം. വത്തിബാഉഹു, അതിനെ പിൻപറ്റണം. വലാ തഹില്ലു മുഖാലഫതുഹു, റസൂൽ കൊണ്ടുവന്നതിനെതിരാകൽ അവൻ അനുവദനീയവുമല്ല എന്ന്. വഅന്ന നസ്സർ റസൂലി അലാ ഹുക്മി ശൈഇ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു കാര്യത്തിനൊരു വിധി പറഞ്ഞാൽ കനസ്സില്ലാഹി തആല, അത് അള്ളാഹു വ്യക്തമാക്കിയതുപോലെയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി അല്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു വിധി റസൂൽ വ്യക്തമാക്കി തന്നാൽ അത് ആര് വ്യക്തമാക്കി തന്നതുപോലെയാണ്? അള്ളാഹു വ്യക്തമാക്കി തന്നതുപോലെയാണ്. ലാ റുഖ്സത ലി അഹദിൻ വലാ ഉദ്റ ലഹു ഫീ തർക്കിഹി, അത് ഉപേക്ഷിക്കാൻ ആർക്കും ഒരു ഉദ്റുല്ല, ഒരു ചോയ്സും ഇല്ല, ഒരു റുഖ്സയുമില്ല. വലാ യജൂസു തഖ്ദീമു ഖൗലി അഹദിൻ അലാ ഖൗലി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനേക്കാൾ ഒരാളുടെ വാക്കിനെയും മുന്തിക്കാനുള്ള അനുവാദവുമില്ല. റസൂലുള്ളാഹിയുടെ വാക്കിനെ മുന്തിക്കണം. ഈ ഓരോ ആയത്ത് ഓതുമ്പോഴും നമ്മൾ ചിന്ത പോകേണ്ടത് ഉസൂൽ ഹദീസിൻ്റെ പഠനത്തിൻ്റെ പ്രാധാന്യമാണ്. അപ്പോൾ റസൂലുള്ളാഹിയുടെ ഹദീസുകളെ സ്ഥിരപ്പെടുത്തുന്നുള്ളത് എത്ര ഗൗരവമുള്ള വിഷയമാണ്. നബി പറഞ്ഞതിനെ അത് സഹിയാണോ നബി പറഞ്ഞിട്ടുണ്ടോ എന്ന് സ്ഥിരപ്പെടുത്തുന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം അതിനനുസരിക്കൽ നിർബന്ധമാണ്. അതേത് എന്നറിയൽ ഓരോ മുഅ്മിൻ്റെയും മേൽ ബാധ്യതയാണ്. 4-ാമത്തെ ആയത്ത് സൂറത്തുൻ നിസായിലെ 80-ാമത്തെ ആയത്താണ്. അള്ളാഹു പറഞ്ഞു, മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ് വമൻ തവല്ല വമാ അർസൽനാക അലൈഹിം ഹഫീള. ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചവനാണ്. ആരെങ്കിലും പിന്തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഓ പ്രവാചകരെ, അവരുടെ സംരക്ഷകനായി അങ്ങയെ നാം അയച്ചിട്ടില്ല, അവരെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാതെ പിന്തിരിഞ്ഞു പോകുന്നവരെ നോക്കണ്ട. റസൂലുള്ളാഹിനെ അനുസരിക്കുക എന്നുള്ളത് അള്ളാഹിനെ അനുസരിക്കുന്നത് പോലെയാണ്. ആരാ പറയുന്നത്? അള്ളാഹ് പറയാൻ, മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഐ കുല്ലു മൻ അതാ റസൂലല്ലാഹി, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുന്നവരെല്ലാം ഫി അവാമിരിഹി വ നവാഹിഹി, റസൂലുള്ളാഹിൻ്റെ കൽപ്പനകളിലും റസൂലുള്ളാഹിൻ്റെ നിരോധനങ്ങളിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നവരെല്ലാം ഫഖദ് അതാ അല്ലാഹ്, അള്ളാഹുവിനെ അനുസരിച്ചവനെ പോലെയാണ്. തീർച്ചയായും അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു തആല. എന്തുകൊണ്ട്? ലികൗനിഹി ലാ യഅ്മുറു വലാ യൻഹ ഇല്ലാ ബിഅംരില്ലാഹി വശർഇഹി വവഹ്യിഹി വതൻസീലി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിക്കുകയില്ല, നിരോധിക്കുകയില്ല അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ടല്ലാതെ, അള്ളാഹിൻ്റെ നിരോധനം കൊണ്ടല്ലാതെ, അള്ളാഹു വഹി നൽകിയ അടിസ്ഥാനത്തിലല്ലാതെ, അള്ളാഹു ഇറക്കിക്കൊടുത്ത വിധിപ്രകാരമല്ലാതെ ഒരിക്കലും റസൂൽ സ്വന്തമായിട്ടൊന്നും പറയില്ല. അള്ളാഹു പറഞ്ഞല്ലോ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, സ്വന്തമായിട്ടൊന്നും പറയില്ല. വഫീ ഹാദാ, ഇതിലൂടെ നമുക്ക് ബോധ്യമാകുന്നു ഇസ്മത്തുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമാണ്, ദീൻ്റെ വിഷയത്തിൽ തെറ്റുപറ്റാത്ത ആളാണ്. ലിഅന്നല്ലാഹ അമറ ബിതഅതിഹി മുത്ലഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ നിരുപാധികം അനുസരിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ? അള്ളാഹിനെ അനുസരിക്കുന്ന പോലെ തന്നെ നിരുപാധികം അനുസരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിലും അള്ളാഹു പറഞ്ഞു. ഫലൗല അന്നഹു മഅസൂമുൻ, റസൂലുള്ളാഹി മഅസൂം അല്ലായിരുന്നുവെങ്കിൽ ഫീ കുല്ലി മാ യുബല്ലിഗു അനില്ലാഹ്, അള്ളാഹുവിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി മഅസൂം അല്ലായിരുന്നുവെങ്കിൽ ലം യഅ്മുർ ബിതഅതിഹി മുത്ലഖൻ, നിരുപാധികം റസൂലുള്ളാഹിനെ അനുസരിക്കാൻ അള്ളാഹ് കൽപ്പിക്കുമായിരുന്നില്ല. അള്ളാഹ് അനുസരിക്കുന്നത് പോലെ ആരെ അനുസരിക്കണം? ഇസ്തിഖ്ലാലൻ, സ്വതന്ത്രമായി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെയും അനുസരിക്കണം എന്ന് അള്ളാഹു പറയണമെങ്കിൽ റസൂൽ മാസൂമാണ്. മാസൂമല്ലാത്ത റസൂലിനെ സംബന്ധിച്ച് ഒരിക്കലും അള്ളാഹു എന്ത് ചെയ്യില്ല, അത് പറയില്ല. അതുപോലെ തന്നെ വയംദഹു അലാ ദാലിക, റസൂലുള്ളാഹിനെ അള്ളാഹ് പുകഴ്ത്തുകയും ചെയ്യില്ല. അള്ളാഹ് പുകഴ്ത്തി പറയണം റസൂലിനെ അനുസരിക്കണം. ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹിനെ അനുസരിച്ചതെന്ന് മദ്ഹിയാണ്. അപ്പോൾ റസൂലുള്ളാഹി മാസൂമാണ്. റസൂലുള്ളാഹി പറയുന്ന കാര്യങ്ങളെല്ലാം വഹിയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. 5-ാമത്തെ ആയത്ത് സൂറത്തു നൂറിൽ 63-ാമത്തെ ആയത്താണ്. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. ഫൽയഹ്ദർ, ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദീകരിച്ചത് ഫൽയഖ്ഷ, പേടിക്കട്ടെ. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിരാകുന്നവർ പേടിക്കട്ടെ, ജാഗ്രത കൈകൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവന് ഫിത്ന ബാധിക്കുന്നതിനെ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഫിത്ന കൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടെ ഒന്നുകിൽ കുഫറാണ്, അല്ലെങ്കിൽ നിഫാഖാണ്, അല്ലെങ്കിൽ ബിദ്അത്താണ്. റസൂലുള്ളാഹിന്റെ കൽപ്പനയ്ക്ക് എതിരാകുന്ന ആൾ ഒന്നുകിൽ കാഫിറാവും, അല്ലെങ്കിൽ മുനാഫിഖാകും, അല്ലെങ്കിൽ മുബ്തദിയാവും. ചില പണ്ഡിതന്മാർ ഒന്നും കൂടെ ചേർത്തി പറഞ്ഞു ഔ ഫിസ്കൻ, അല്ലെങ്കിൽ ഫിസ്കാൻ, അവൻ ഫാസിക്കാവും. 4 കാര്യങ്ങൾ. റസൂലുള്ളാഹിന്റെ കൽപ്പനയ്ക്ക് എതിരാകുന്നവൻ ഒന്നുകിൽ കാഫിറാകും, അല്ലെങ്കിൽ മുനാഫിഖാകും, അല്ലെങ്കിൽ മുബ്തദിയാകും, അല്ലെങ്കിൽ ഫാസിഖാകും. അതുകൊണ്ട് ഫൽയഹ്ദർ അല്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ. ഒന്നുകിൽ കൊല, ദുനിയാവിലാണെങ്കിൽ അങ്ങനെയുള്ള ആളെ കൊന്നു കളയണം, അല്ലെങ്കിൽ ജനകമായ മറ്റ് ശിക്ഷകൾ അവന് ബാധിക്കുന്നതിനെ, ഭൗതിക വിധി നിയമങ്ങൾ. ഒരു റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പരസ്യമായി എതിർക്കുന്ന ആൾക്ക് ദീന്റെ വിഷയത്തിൽ ശിക്ഷയുണ്ട്. ആ ശിക്ഷ അവന് ബാധിക്കുന്നതിനെയും അവൻ പേടിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിപ്പിക്കുകയാണ്. ഈ 5 ആയത്തുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ, ഫോളോ ചെയ്യൽ വാജിബാണ് എന്ന് കിട്ടുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യാൻ റസൂലുള്ളാഹിന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും പഠിക്കൽ നിർബന്ധമാണ്. പഠിക്കുമ്പോൾ അത് നബി പറഞ്ഞതാണോ അല്ലയോ, അതല്ല വേറെ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ അല്ലയോ എന്ന് വേർതിരിക്കലും നിർബന്ധമാണ്. അപ്പോൾ ഉസൂലുൽ ഹദീസ് പഠിക്കൽ അനിവാര്യമാണ്. എത്ര പ്രാധാന്യം ഉണ്ടെന്ന് നോക്കിയാൽ ഉസൂലുൽ ഹദീസിൻ്റെ പഠനം. അൽഹംദുലില്ലാ നമ്മൾ ഒരുപാട് കിതാബുകൾ പഠിച്ചു അല്ലേ, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. ഈ വിഷയങ്ങളൊക്കെ അറിയുമ്പോഴാണ് ഈ ഇൽമിൻ്റെ പ്രാധാന്യം, ഇത്ര മഹത്വമുള്ള ഇൽമാണ് ഞാൻ ഈ പഠിക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകുക. അപ്പോൾ പഠനത്തോട് ഇഷ്ടം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഭാഗമാണ് ഈ ഇൽമ പഠിക്കുക എന്നുള്ളത്, ഉസൂൽ ഹദീസിൻ്റെ ഇൽമ. 6-ാമതായി ഒരു ഹദീസാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, റസൂലുള്ളാഹി അനുസരിക്കൽ വാജിബാണ് എന്നറിയിക്കുന്ന ഹദീസ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, എൻ്റെ ഉമ്മത്തെല്ലാം സ്വർഗത്തിൽ കടക്കും വിസമ്മതിച്ചവർ ഒഴികെ. ഖാലു യാ റസൂലല്ലാഹ് വമൻ യഅബാ, ആരാണ് വിസമ്മതിച്ചവർ? വിസമ്മതിച്ചവർ ഉദ്ദേശം സ്വർഗത്തിൽ കടക്കാൻ താല്പര്യമില്ലാത്തവർ ഒഴികെ. സ്വർഗത്തിൽ കടക്കാൻ താല്പര്യമില്ലാത്തവർ ഒഴികെ ബാക്കി എല്ലാവരും സ്വർഗത്തിൽ കടക്കും. അപ്പോൾ സഹാബാക്കൾക്ക് സംശയം, സ്വർഗത്തിൽ കടക്കാൻ ആർക്കാ താല്പര്യമില്ലാത്തത് പ്രവാചകരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, ആര് എന്നെ അനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാനി ഫഖദ് അബാ, ആരെന്നെ ധിക്കരിച്ചുവോ അവൻക്കാണ് സ്വർഗത്തിൽ കടക്കാൻ താല്പര്യമില്ലാത്തത്. റസൂലുള്ളാഹി അനുസരിക്കൽ സ്വർഗത്തിൽ കടക്കാനുള്ള കാരണം. റസൂലുള്ളാഹി അനുസരിക്കൽ അപ്പോൾ വാജിബാണ്. 7-ാമത്തേത് ഇമാം അബൂദാവൂദ് ധരിച്ച പണ്ഡിതന്മാരെല്ലാവരും സ്വീകാര്യമാണ് എന്ന് പറഞ്ഞ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സുബ്ഹി നമസ്കാരത്തിന് ശേഷം സഹാബാക്കളിലേക്ക് തിരിഞ്ഞുകൊണ്ട് വളരെ സാരസമ്പൂർണമായ ഒരു ഉപദേശം നടത്തി. അൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു തആല അൻഹു ഹദീസ് ഉദ്ധരിക്കുന്നത്. അബു നജീഹ് അൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു തആല അൻ വഅലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇലതൻ ഹസന മൗഇലതൻ ബലീഗ ظرفت منها العيون ووجلت منها القلوب فقال رجل من المسلمين يا رسول الله كأنها موعظة مودع فأوصنا. അപ്പോൾ മുസ്ലിമുകൾപ്പെട്ട ഒരു വ്യക്തി, ഒരു സഹാബി ചോദിച്ചു, പ്രവാചകരെ ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെ ഉണ്ടല്ലോ, എന്തെങ്കിലും വസിയത്ത് തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസിക്കും ബിത്തഖ്വല്ലാഹ്
വസ്സംഇ വത്താഅ വലൗ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയ്യുൻ. ഇത് പറഞ്ഞു വഅലൈക്കും ഫഇന്നഹു മൻ യഅയിശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം ജീവിക്കുന്നവർ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കാണും. അപ്പോൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി, എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. ഖുർആൻ മാത്രം എന്ത് പറഞ്ഞാൽ മതി? ഫഅലൈക്കും ബിൽ ഖുർആൻ, ഫഅലൈക്കും ബിസുന്നതി, എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. അവിടെ നിർത്തിയില്ല. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി അള്ളു അലൈഹാ ബിൻ നവാജിദ്, അതിനെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ മാത്രമേ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ശരിയായ മാർഗത്തിലാകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ ഫോളോ ചെയ്യുന്നുള്ളത് വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ ബാധ്യതയാണ്. എട്ടാമത്തേത്, ലാസ്റ്റ് ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മാലിക് അദ്ദേഹത്തിൻ്റെ മുവത്തയിൽ ഉദ്ധരിച്ച ഹദീസാണ്. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ. ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു. രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ മരിച്ചിട്ട് പോകുന്നത്, വഫാത്തായിട്ട് പോകുന്നത്. ആ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ലൻ തളില്ലു, അപ്പം നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല, വൈപിഴച്ചു പോവുകയില്ല. ഏതൊക്കെയാണത്? കിതാബല്ലാഹി വസുന്നതി, അള്ളാഹുവിൻ്റെ കിതാബും എൻ്റെ സുന്നത്തും. കിതാബല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, ഹദീസ് ഖുർആൻ മാത്രമാണെങ്കിൽ എന്ന് പറഞ്ഞു. വസുന്നതി, എൻ്റെ ചര്യയും. അപ്പോൾ ലാലാകാതിരിക്കാൻ, വൈപിഴച്ചു പോകാതിരിക്കാൻ മുറുകെ പിടിക്കേണ്ട രണ്ടിൽ ഒന്നെന്താണ്? റസൂലുള്ളാഹിൻ്റെ സുന്നത്താണ്. അതാണ് സ്വഹീഹായ ഹദീസുകൾ. അപ്പോൾ ഇത്രയും ദലീലുകളിലൂടെ റസൂലുള്ളാഹിനെ അനുസരിക്കൽ എത്രത്തോളം ബാധ്യതയുള്ളതാണ്, അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഹദീസുകളെ പഠിക്കൽ എത്രത്തോളം ബാധ്യതയുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഈ ഇൽമിൻ്റെ പ്രാധാന്യം എത്ര വമ്പിച്ചതാണ് എന്നെല്ലാം നമുക്ക് ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാ. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ ഹെഡിങ്ങിൻ്റെ കീഴിൽ ചർച്ച ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം ഒന്നെന്താണ്? ഖുർആന് പോലെ തന്നെയാണ് ഹദീസും വഹിയാണ്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ വാജിബാണ്. മൂന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലും പിൻപറ്റലും ഹിദായത്തിൻ്റെയും ഈമാൻ്റെയും ഭാഗമാണ്. അള്ളാഹു പറഞ്ഞു വൈൻ തുതീഉഹു തഹ്തദു, നിങ്ങൾ ഈ പ്രവാചകനെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹിദായത്തിലാകും. അപ്പോൾ റസൂലുള്ളാഹിനെ അനുസരിക്കൽ ഹിദായത്തിൻ്റെ ഭാഗമാണ്. വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, റസൂലിൻ്റെ മേൽ വ്യക്തമായി എത്തിച്ചു കൊടുക്കലല്ലാതെ ബാധ്യതയായിട്ടൊന്നുമില്ല. അപ്പോൾ റസൂലുള്ളാഹിനെ അനുസരിക്കൽ, ഇതാഅത്തു റസൂൽ എന്താണ്? മിൻ അസ്ബാബിൽ ഹിദായ, മിൻ അസ്ബാബിൽ ഈമാൻ, ഈമാൻ്റെ കാര്യങ്ങളിൽ പെട്ടതാണ്. മൂമിനാകണമെങ്കിൽ, ഹാദിയാകണമെങ്കിൽ, ഹിദായത്തുള്ളവനാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ആറാഫിലെ 158 ആയത്തിൽ, വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ ഈ പ്രവാചകനെ ഇത്തിബാ ചെയ്യണം, എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഹിദായത്തിലാകും എന്ന്. അപ്പോൾ ഇത്തിബാവും താഅത്തും ഹിദായത്തിൻ്റെ ഭാഗമാണ് എന്ന്. നാലാമത്തെ കാര്യം, ഉസൂൽ ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥി പ്രാരംഭത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഈ ഇൽമിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന നാലാമത്തെ കാര്യം, നമ്മൾ പറഞ്ഞു ഖുർആനും സുന്നത്തും പ്രമാണമാണ്, രണ്ടും വഹിയാണ്, റസൂലുള്ളാഹിനെ അനുസരിക്കൽ വാജിബാണ്. അപ്പോൾ ഈ ഖുർആനോടും സുന്നത്തിനോടുമുള്ള നമ്മുടെ സമീപനം എന്താണ്? ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണം. അപ്പോൾ അതിനോടുള്ള നമ്മുടെ സമീപനം എന്താണ് എന്ന് ഉസൂൽ ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥി അറിയണം. അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഖുർആനും സ്വഹീഹായ ഹദീസും പ്രമാണമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ മേൽ നിർബന്ധമാകുന്ന അടിസ്ഥാനപരമായ 6 കായിദകൾ പറയുന്നുണ്ട്, ഉസൂലുകൾ പറയുന്നുണ്ട്. ഖുർആനോട് സുന്നത്തിനോടുള്ള നമ്മുടെ നിലപാട് ഈ 6 ഉസൂലുകളാണ് എന്ന്. പ്രമാണങ്ങളോടുള്ള നമ്മുടെ സമീപനം അത് വിശദമായി ചർച്ച ചെയ്യേണ്ട ഒന്നാണ്, പക്ഷെ ഷോർട്ടായി ഞാനത് വിശദീകരിക്കാം. ഒന്ന്, അൽ ഈമാനു ബി ജമീഇ നുസൂസിൽ കിതാബി വസ്സുന്ന, ഖുർആനിലും സുന്നത്തിലുമുള്ള എല്ലാ കാര്യങ്ങളെയും വിശ്വസിക്കണം. ഖുർആനിലും ഹദീസിലും വന്ന എല്ലാ കാര്യങ്ങളും ഹക്കാണ്. അത് പഠിച്ചതിന് ശേഷമല്ല, ഒറ്റവാക്കിൽ പറയണം. ഖുർആനിലും സുന്നത്തിലും എന്തെല്ലാം അള്ളയും അള്ളാൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എല്ലാം ഹക്കാണ്. ഞാൻ പഠിക്കട്ടെ, ഖുർആൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, നോക്കട്ടെ ഖുർആനിൽ ശരിയും തെറ്റൊക്കെ ഉണ്ടോ, പഠിച്ചതിന് ശേഷം ഞാൻ പറയാം അല്ല ഖുർആനുള്ളതൊക്കെ ശരിയാണ് ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും, ഹദീസിലുള്ളതെല്ലാം ശരിയാണ് ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും. നമ്മൾ എന്തു പറയാൻ പാടില്ല? ഞാൻ ഖുർആൻ മൊത്തം പഠിച്ചിട്ടില്ല, ഹദീസ് മൊത്തം പഠിച്ചിട്ടില്ല, പരിശോധിച്ച് നോക്കട്ടെ ഏതൊക്കെ ശരിയുണ്ട് തെറ്റുണ്ട് എന്ന് പറയാൻ പാടില്ല. ഒറ്റ വിശ്വാസമാണ്,
ഖുർആനും ഹദീസും മുഴുവനും വിശ്വസിക്കണം, എല്ലാം ഹക്കാണ്. രണ്ടാമത്തേത് ഇസ്തിമാലുൽ കിതാബി വസ്സുന്ന അലാ ഉസൂലിദ്ദീനി വമസായിലി. ഖുർആനിലും സുന്നത്തിലും ഒരു വ്യക്തിക്ക് ആവശ്യമായതെല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കണം. ഖുർആനിലും സുന്നത്തിലും ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയും മരിച്ചതിന് ശേഷം എന്നേക്കുമുള്ള വിജയത്തിനും ഉതകുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എവിടെയുണ്ട്? ഖുർആനിലും ഹദീസിലുണ്ട്. അപ്പോൾ ഖുർആൻ ദുനിയാവിലും ആഖിറത്തിലും പരിപൂർണമായ വിജയം ആഗ്രഹിക്കുന്നവർ ആ വിജയത്തിന് ഉതകുന്ന കാര്യങ്ങൾ തേടി എങ്ങോട്ട് പോകണം? ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് പോകണം. ഖുർആനും സുന്നത്തിലും എല്ലാം ഉണ്ട്. ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ആവശ്യമായ ഖുർആനും സുന്നത്തും അല്ലാത്ത ഒന്നിനെ അവലംബിക്കേണ്ട ആവശ്യം ആർക്കില്ല? ഒരാൾക്കുമില്ല, ഒരു മുഅ്മിനില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം അള്ളാഹു നമ്മെ പഠിപ്പിച്ചു തന്നത് ഖുർആനിലൂടെയും ഹദീസിലൂടെയുമാണ്. അതിലെല്ലാം ഉണ്ട്. മൂന്നാമത്തെ കാര്യം റദ്ദു തനാസുഇ ഇലൽ കിതാബി വസുന്ന ഫി ഉസൂലിദ്ദീനി വഫുറൂഇ. വിശ്വാസകാര്യങ്ങളിലോ കർമ്മകാര്യങ്ങളിലോ എന്തെങ്കിലും അഭിപ്രായ ഭിന്നത ഉടലെടുത്താൽ ആ വിഷയത്തിലെ പരിഹാരം തേടി പോകേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അല്ലെങ്കിൽ അറിയാതെ പോയി, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി, അതിന് പരിഹാരം വേണം. നമ്മൾ എങ്ങോട്ടേക്ക് മടങ്ങണം? ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം. എന്ത് പ്രശ്നത്തെയും മടക്കേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. നാലാമത്തെ കാര്യം ഫഹ്മുൽ കിതാബി വസുന്ന അലാ മൻഹജി സലഫി സ്വാലിഹ്. ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത് സഹാബാക്കളും താബികളും തബൂ താബികളും മനസ്സിലാക്കിയതുപോലെയാണ്. മൻഹജു സലഫ്, സലഫുകൾ എങ്ങനെയാണോ ഖുർആനെയും ഹദീസിനെയും മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവരുടെ മൻഹജിനെതിരായി, അവർ മനസ്സിലാക്കിയതിനെതിരായി ആര് മനസ്സിലാക്കിയാലും അത് ബാത്തിലാണ്. കുല്ലു ഫഹ്മിൻ ഖാലഫ ഫഹ്മ സലഫി സ്വാലിഹ് ഫഹുവ ഫഹ്മുൻ ബാത്തിൽ. സലഫുകൾ മനസ്സിലാക്കിയ ഫഹ്മിനെതിരെ ആര് മനസ്സിലാക്കിയാലും എന്ത് മനസ്സിലാക്കിയാലും അത് ബാത്തിലാണ്. സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത അഖീദ ദീനല്ല, സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത ഇബാദത്ത് ദീനല്ല. അപ്പോൾ ഖുർആനും ഹദീസും സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കേണ്ടത്. മൻഹജ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ആമായ ഒരു വിഷയമാണ്. അഖീദയും മൻഹജും എന്ന് കേട്ടിട്ടില്ലേ? മൻഹജ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും വേണ്ട ഒരു കാര്യമാണ് മൻഹജ്. അഖീദയിൽ നമുക്കൊരു മൻഹജ് വേണം. എന്താണ് അഖീദ? നമ്മുടെ മൻഹജ് സഹാബാക്കൾ ഏത് അഖീദയിലാണോ ആ അഖീദ നമ്മുടെ അഖീദ, അത് നമ്മുടെ മൻഹജ്. ഇബാദത്തിൽ മൻഹജ് വേണം, അഖ്ലാഖിൽ മൻഹജ് വേണം, ഇടപാടുകളിൽ മൻഹജ് വേണം, സ്വഭാവങ്ങളിൽ മൻഹജ് വേണം, എല്ലാത്തിലും നമുക്ക് മൻഹജ് വേണം. അതൊക്കെ ആരെപ്പോലെ ആവണം? വിശ്വാസകാര്യങ്ങളാകട്ടെ, കർമ്മകാര്യങ്ങളാകട്ടെ, സ്വഭാവ ഇടപാട് കാര്യങ്ങളാകട്ടെ, എല്ലാം സഹാബാക്കൾ എങ്ങനെയാണോ നീ മനസ്സിലാക്കിയത് അതേപോലെയാണ്. ഖുർആനും ഹദീസിനെയും സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെയാണ് വിശ്വാസകാര്യങ്ങളിലും കർമ്മകാര്യങ്ങളിലും സ്വഭാവകാര്യങ്ങളിലും ഇടപാടുകളിലും എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഞ്ചാമത്തേത് ദർഉ തആറുദ് ഇന നുസൂസിൽ കിതാബി വസുന്ന. ഖുർആനും സുന്നത്തും പരസ്പരം വൈരുദ്ധ്യമില്ല. ഖുർആനിലും സുന്നത്തിലും പരസ്പരം വൈരുദ്ധ്യമില്ല. ഖുർആനിൽ ഖുർആനിനെതിരായ ഒന്നില്ല, ഒരായത്തിനെതിരായ വേറൊരായത്ത് അങ്ങനെ ഒന്നില്ല, ഒരു ഹദീസിനെതിരായ വേറൊരു ഹദീസ് അങ്ങനെയൊന്നില്ല. സഹിയായ ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല, ഖുർആനിക ആയാത്തുകൾ തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ ഖുർആനിന് വൈരുദ്ധ്യമായത് സഹിയായ ഹദീസിലുണ്ടാവില്ല, സഹിയായ ഹദീസിന് വൈരുദ്ധ്യമായ ഒന്ന് ഖുർആനിലുണ്ടാവില്ല. നുസൂസുകൾ തമ്മിൽ ഒരിക്കലും വൈരുദ്ധ്യമാവുകയില്ല. പ്രകടമായി നമുക്ക് വൈരുദ്ധ്യം ഉണ്ടായി എന്ന് തോന്നിയേക്കാം, അത് നമ്മുടെ പഠനത്തിൻ്റെ കുറവാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ ഒന്നുകിൽ അറബി ഭാഷ അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഉസൂലുകൾ അറിയാത്തത് കൊണ്ട് പോലുള്ള ദീനിൻ്റെ നസ്സുകൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന വിഷയത്തിലുള്ള വിജ്ഞാനക്കുറവ് കാരണത്താൽ, വിജ്ഞാനമില്ലായ്മ കാരണത്താൽ നമുക്ക് ബാഹ്യമായിട്ട് വൈരുദ്ധ്യങ്ങൾ തോന്നിയേക്കാം. ഇമാം ഷാഫി പറഞ്ഞു ഖുർആനിലും ഹദീസിലും പരസ്പരം വൈരുദ്ധ്യമായ ഒന്നുമില്ല. ആറാമത്തേത് ദർഉ തആറുദി ബൈന നഖ്ലി വൽ അഖൽ. ബുദ്ധിക്കെതിരാകുന്നത് ഖുർആനിലും ഹദീസിലും ഇല്ല. ഖുർആനിൽ ഹദീസിൽ സ്ഥിരപ്പെട്ടത് ബുദ്ധിക്ക് ഒരിക്കലും എതിരാവുകയില്ല. ബുദ്ധിയും ഖുർആനും ഹദീസും ഒരിക്കലും എതിരാകുകയില്ല. എല്ലാ സാലിമായ ബുദ്ധിക്കും സ്വീകരിക്കാൻ പാകമായത് മാത്രമേ ഖുർആനിലും ഹദീസിലുള്ളൂ. ബുദ്ധിക്ക് യോജിക്കാത്ത ഒന്ന് ഖുർആനിലുണ്ട് ഹദീസിലുണ്ട് എന്നൊന്നില്ല. അതേപോലെ തന്നെ ബുദ്ധിക്ക് യോജിക്കാത്തത് തള്ളണം എന്ന തിയറിയും ഇസ്ലാമിലില്ല. അതൊക്കെ പിന്നീടുള്ള വിധേയികൾ ഉണ്ടാക്കിയതാണ്. പുത്തനാശയക്കാർ അവിടെ ഹവ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഖുർആനും ഹദീസിനും ബുദ്ധിക്ക് യോജിക്കാത്തതുണ്ട് ഖുർആനിലും ഹദീസിലും,
അതുകൊണ്ട് ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകളെ തള്ളണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന വിധേയികൾ പുത്തനാശയക്കാർ. ഈ 6 കാര്യങ്ങൾ വിശദമായി വേറെ ദൗറെടുത്തേണ്ടതാണ്. ഞാനിവിടെ കൊണ്ടുവന്നത് സുന്നത്തിനോടുള്ള നമ്മുടെ സമീപനം എന്ത് എന്നറിയുമ്പോൾ ആ സുന്നത്തിനെ സ്ഥിരപ്പെടുത്തുന്ന ഉസൂലുൽ ഹദീസ് എന്ന ഇൽമിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ പ്രമാണമാണ്. ഇതുകൊണ്ടുള്ള നമ്മുടെ സമീപനം ഇങ്ങനെയാണ് എങ്കിൽ, ഖുർആനെ പോലെ തന്നെ സുന്നത്തിനോട് നമുക്ക് ഇതേപോലെ നിലപാടുകളുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് സ്ഥിരപ്പെട്ടത് ഏതല്ല എന്നത് വേർതിരിച്ച് പഠിക്കാനുള്ളതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. 5ാമത്തെ കാര്യം, ഒരു താലിബുൽ ഇൽമ് ഉസൂൽ ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥിയെ അറിഞ്ഞിരിക്കേണ്ട 5ാമത്തെ കാര്യം ഉലൂമുൽ ഹദീസ് ദിറായ, അതായത് മുസ്തലഹുൽ ഹദീസ് അത് പഠിക്കുന്ന വിദ്യാർത്ഥി അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട 5 ഉലൂമുകളുണ്ട്. ഉസൂൽ ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥി അവൻ്റെ പഠന കാലയളവിൽ പഠിച്ചു പൂർത്തിയാക്കേണ്ട 5 ഉലൂമുകൾ. ഒന്ന്, ഇൽമു മുസ്തലഹിൽ ഹദീസ്. മുസ്തലഹുൽ ഹദീസ് അറിയണം. എന്താണ് മുസ്തലഹുൽ ഹദീസ്? ഒരു ഹദീസ് സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ എന്നറിയാൻ സഹായകമാകുന്ന നിയമങ്ങളെ സംബന്ധിച്ചറിയണം. അതിൻ്റെ അൻവാകൾ അറിയണം. മുത്തവാത്തിർ, ആഹാദ്, ആഹാദിൽ തന്നെ മഷൂർ, അസീസ്, ഗരീബ്, ആഹാദ് മഷൂറും അസീസും ഗരീബും അടങ്ങിയ ഹദീസുകൾ, മഖ്ബൂൽ, മർദൂദ്, മഖ്ബൂൽ സഹീഹ്, സഹീഹ് ലിഗൈരി, ഹസൻ, ഹസൻ ലിഗൈരി, മർദൂദിൽ അസ്ബാബു താൻ ഫിറാവി, അസ്ബാബു സക്തുമിൽ ഇസ്നാദ്, താനും ഫിറാവി പോലുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതാണ് ഇൽമു മുസ്തലഹിൽ ഹദീസ്. 2ാമത്തെ ഇൽമു ഇൽമു റിജാൽ, അല്ലെങ്കിൽ ഇൽമു താരീഖ് റുവാത്ത്. റാവിമാരെ കുറിച്ചുള്ള അറിവ് വേണം. അയാളുടെ പേരെന്താണ്, അയാൾ ജനിച്ചത് എവിടെയാണ്, മരിച്ചത് എവിടെയാണ്, അയാൾ പഠനം നടത്തിയത് എവിടെയാണ്, യാത്ര പോയത് എവിടെയാണ്, അയാളുടെ ഉസ്താദുമാരൊക്കെയാണ്, അയാളുടെ ശിഷ്യന്മാരൊക്കെയാണ് പോലുള്ള ഹദീസ് ഉദ്ധരിക്കുന്ന റാവിമാരെ സംബന്ധിച്ചുള്ള അറിവിലാണ് ഇൽമു താരീഖ് റുവാത്ത്. അതറിയണം. ഓരോ റാവിയെ സംബന്ധിച്ചുള്ള പഠനം, അല്ലെങ്കിൽ ഇൽമുൽ റിജാൽ എന്ന് പറയും. 3ാമത്തേത് ഇൽമുൽ ജർഹി വ തഅദീൽ. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിമാരുണ്ടല്ലോ, ആ റാവിമാരുടെ ജർഹ് വ തഅദീൽ. ജർഹ് എന്ന് പറഞ്ഞാൽ റാവിയുടെ ആക്ഷേപം, ആ റാവി അസ്വീകാര്യനാണ് എന്നറിയിക്കുന്ന പ്രയോഗങ്ങൾ. തഅദീൽ എന്ന് പറഞ്ഞാൽ ആ റാവി സ്വീകാര്യനാണ് എന്നറിയിക്കുന്ന പ്രയോഗങ്ങൾ. ഇൽമുൽ ജർഹി വ തഅദീൽ. അപ്പോൾ ഇൽമുൽ ജർഹ് വ തഅദീൽ പഠിച്ചാലേ ഒരു റാവി സ്വീകാര്യനാണ് അസ്വീകാര്യനാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു റാവിയെ സംബന്ധിച്ചിട്ട് പണ്ഡിതന്മാർ പറയും ദഈഫുൻ, സദൂഖുൻ, സദൂഖുൻ ലഹു ഔഹാം, സദൂഖുൻ യുഖ്തിഉ, കദ്ദാബ്, മത്റൂഖ്, സയ്യുൽ ഹിഫ്ൾ. അപ്പോൾ ഇതെന്താണ് ഇത് പറഞ്ഞാൽ? ഇത് സ്വീകരിക്കാനാണോ തള്ളാനാണോ? അതറിയണമെങ്കിൽ ഇൽമുൽ ജർഹി വ തഅദീൽ പഠിക്കണം. സിഖത്തുൻ, ഹുജ്ജത്തുൻ, സിഖത്തുൻ, സിഖ, ഔസഖുൻ നാസ്, മുൻതഹ ഇലൈഹിൽ മുൻതഹ പോലുള്ള പ്രയോഗങ്ങൾ ഇതെന്തിനുള്ളതാണ്? റജുലുൻ സാലിഹുൻ, എന്താണിത്? റജുലുൻ ലഹു ഔഹാം, സദൂഖുൻ ലഹു ഔഹാം, എന്താണിത്? റജുലുൻ മഖ്ബൂൽ. ഈ പ്രയോഗങ്ങളൊക്കെ സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ? അപ്പോൾ റാവിമാരെ കുറിച്ചുള്ള ഈ പഠനം ഇൽമുൽ ജർഹി വ തഅദീൽ. 4ാമത്തെ ഇൽമ് ഇൽമു ഇലലിൽ ഹദീസ്. ഹദീസിൻ്റെ മത്തിനെ സംബന്ധിച്ചുള്ള പഠനമാണ് ഇൽമു ഇലലിൽ ഹദീസ്. ഹദീസിൻ്റെ മത്തിനിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടോ, ഈ ഹദീസ് മത്തിന് ഷാസാണോ, മറ്റെന്തെങ്കിലും ന്യൂനതകൾ ഇല്ലത്തുകളുണ്ടോ പോലുള്ള പഠനമാണ്. ഏതെങ്കിലും സിക്കത്തായ റാവിക്ക് വഹ്മ് പറ്റിയിട്ടുണ്ടോ? സനദൊക്കെ സിക്കത്തായിരിക്കും, എല്ലാവരും സിക്കത്തിങ്ങൾ റാവിമാരായിരിക്കും. ഏതെങ്കിലും റാവിക്ക് വഹ്മ് പറ്റിയിട്ടുണ്ടോ, അപ്പോൾ മത്തിനെ അത് ബാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ പോലുള്ള പഠനമാണ് ഇൽമു ഇലലിൽ ഹദീസ്. 5ാമത്തെ ഇൽമ് ഇൽമു തഖ്രീജി വ ദിറാസത്തിൽ അസാനീദ്. ഒരു ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഹദീസ് സഹീഹാണോ ലൈഫാണോ എന്ന് എങ്ങനെ പഠിക്കാം, എങ്ങനെ പരിശോധിക്കാം? ഹദീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അപ്പോൾ റാവിമാരെ നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒരു റാവി സിക്കത്താണോ ലൈഫാണോ നോക്കേണ്ടത്? ഒരു ഹദീസ് മത്തിന്, ആ മത്തിന് സ്വീകാര്യമാണോ അസ്വീകാര്യം എങ്ങനെ നോക്കണം? അതിന് ഞാൻ എന്തെല്ലാം ചെയ്യണം? ഇൽമു തഖ്രീജ്, ഈ ഹദീസ് ഏതെല്ലാം ഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്ന് എങ്ങനെ നോക്കണം? കാരണം ജമ്മുത്തൂർക്ക് ആവശ്യമാണല്ലോ ഹദീസ് തസീഹ് ചെയ്യാൻ. തസീഹിനും തലൈഫിനും ആ വിഷയത്തിൽ വന്ന റിപ്പോർട്ടുകളെല്ലാം ജമ്മു ചെയ്യണം. അപ്പോൾ ഇത് ഏതെല്ലാം ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടും, അതെങ്ങനെയാണ് നോക്കേണ്ടത്? അപ്പോൾ ഒരു ഹദീസിനെ തസീഹും തലൈഫും ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുന്ന ഇൽമാണ് ഇൽമു തഖ്രീജ്. തഖ്രീജ് ചെയ്യുക, ഇൽമിനെ, ആ ഹദീസിനെ തഖ്രീജ് ചെയ്യുക എന്ന് പറയും.
ഈ ഹദീസ് ഒരു ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹദീസ് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, അബൂദാവൂദ്, തിർമിദി, നസായി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇന്നാൾ ഇന്ന റാവിൽ നിന്നാണ് ഉദ്ധരിച്ചത്, മറ്റേ ആൾ വേറെ റാവിൽ നിന്നാണ് ഉദ്ധരിച്ചത്, ഇന്നാൾ ഉദ്ധരിച്ചത് ഇത്ര ജിയാദത്തുണ്ട്, മറ്റേ ആൾ ഉദ്ധരിച്ചത് ഇന്നത് നുക്സാനുണ്ട് പോലുള്ള ചർച്ച. മൊത്തത്തിൽ ഈ ഹദീസ് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഈ ഹദീസ് സ്വീകാര്യമാണ്. എന്നാൽ ചില അധികമായി വന്നത് ചിലത് ഷാദാണ്, അധികമായി വന്നത് ചിലത് സ്വീകാര്യമാണ് പോലുള്ള വിശദമായ പഠനം. അതായത് ഇൽമു അത്തഖ്രീജ്, ദിറാസത്തുൽ അസാനീദ്, ഈ 5 ഇൽമുകൾ ഉസൂലുൽ ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. അൽഹംദുലില്ലാ നമ്മുടെ സിലബസിൽ ഈ 5 ഇൽമും സെപ്പറേറ്റ് സിലബസിലുണ്ട്. നിങ്ങൾ മുസ്തലഹുൽ ഹദീസ് പഠിച്ചല്ലോ, ബിദായിൽ തുടങ്ങി മദ്ലൂമത്തുൽ ബൈക്കൂനിൻ്റെ ശറഹ് പഠിച്ചു, നുഖ്ബ പഠിച്ചു, തൈസീർ പഠിച്ചു. അൽഹംദുലില്ലാ 4 മുസ്തലഹുൽ ഹദീസിൽ 4 കിതാബുകൾ നിങ്ങൾ പഠിച്ചു. അതേപോലെ തന്നെ തദ്വീനു സുന്ന പഠിച്ചു. ഇപ്പം ഇൽമുൽ ജർഹി വ തഅദീൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സെമ്മിൽ ഇൽമുൽ ഹദീസ് പഠിക്കും, അതുപോലെ തന്നെ ഇൽമു തഖ്രീജ് പഠിക്കും. ഓരോ സെമ്മിലായിട്ട് ചെറിയ ചെറിയ മത്നുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ച് പൂർത്തിയാക്കും ഇൻഷാ അല്ലാഹ്. ലാസ്റ്റ് 6ാമത്തെ കാര്യം, ഉസൂൽ ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട 6ാമത്തെ കാര്യം, ഉസൂൽ ഹദീസിൽ പണ്ഡിതന്മാർ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നറിയാം. അതൊരു തുടക്കക്കാരൻ നിലയിൽ അറിയേണ്ട ഒരു ഇൽമാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ ഉസൂൽ ഹദീസിലുണ്ട്. അതിലേറെ പ്രാധാന്യമുള്ള എല്ലാ പണ്ഡിതന്മാരും എടുത്തു പറയുന്ന ഒരു 4-5 ഗ്രന്ഥങ്ങൾ ഞാൻ പറയാം. 1 അൽ മുഹദ്ദിസുൽ ഫാസിൽ ബൈന റാവി വൽ വാഇ. ആദ്യത്തെ ഗ്രന്ഥമാണെന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ്. ആരാണിത് രചിച്ചത്? അബു മുഹമ്മദ് അൽ ഹസൻ ഇബ്നു ഖല്ലാദ് അർ-റാമ ഹുർമുസി, ഹിജ്റ 360 മരണപ്പെട്ട പണ്ഡിതനാണ്. 2ാമത്തെ കിതാബ് അൽ കിഫായ ഫി മഅരിഫത്തി ഉസൂലി റിവായ. ആരതാണ്? അബൂബക്കർ അഹ്മദ് ബിൻ സാബിത്ത് അൽ ബഗ്ദാദി. അബൂബക്കർ അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖതീബുൽ ബഗ്ദാദി എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ. ഖതീബുൽ ബഗ്ദാദിയുടെ കിതാബാണ്. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 463. 3ാമത്തേത് ഉലൂമുൽ ഹദീസ്, അറിയപ്പെടുന്നത് മുഖദ്ദിമത്ത് ഇബ്നു സലാഹ്. ആരാണ് രചിച്ചത്? ഇമാം ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി. അബു അംർ ഉസ്മാൻ ഇബ്നു അബ്ദുറഹ്മാൻ അഷ്ശഹ്റസൂരി, അദ്ദേഹമാണ് ഈ കിതാബ് രചിക്കുന്നത്. ഹിജ്റ 643 അദ്ദേഹം മരണപ്പെടുന്നത്. 4ാമത്തേത് അത്തഖ്രീബ് വ തൈസീർ ലി മഅരിഫത്തി സുനനിൽ ബഷീർ നദീർ, ഇമാം അൻ-നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ്. മുഹിയുദ്ദീൻ യഹ്യ ഇബ്നു ഷറഫ് അൻ-നവവി, അദ്ദേഹം ഹിജ്റ 676 മരണപ്പെടുന്നത്. 5ാമത്തേത് അത്ത്-തബ്സിറത്തു വത്ത്-തദ്കിറ. ഈ കിതാബ് അറിയപ്പെടുന്നത് അൽഫിയത്തുൽ ഇറാഖി, 1000 ബൈത്ത്, ഉസൂൽ ഹദീസിലുള്ള 1000 ബൈത്ത്, അൽഫിയത്തുൽ ഇറാഖി, ഇറാഖിയുടെ അൽഫിയ. ആരാണ് ഇമാം ഇറാഖി? അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സൈനുദ്ദീൻ അബ്ദുർ റഹീം ഇബ്നുൽ ഹുസൈൻ അൽ ഇറാഖി. ഇമാം ഇറാഖി എന്നാണ്, സൈനുദ്ദീൻ അൽ ഇറാഖി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹിയുടെ വളരെ പ്രിയപ്പെട്ട ഉസ്താദാണ്. 12 വർഷത്തോളം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി ഇമാം ഇറാഖിയുടെ കൂടെ കൂടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഹിജ്റ 806 അദ്ദേഹം മരണപ്പെടുന്നത്. 7ാമത്തേത് നുഖ്ബത്തുൽ ഫിക്ർ ഫി മുസ്തലഹി അഹ്ലിൽ അഥർ. അതെ, വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ആരതാണ്? അൽ ഹാഫിദ് ഇബ്നു ഹജർ അഹ്മദ് ഇബ്നു അലി അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. ഹിജ്റ 852 അദ്ദേഹം മരണപ്പെടുന്നത്. അൽഹംദുലില്ലാ നുഖ്ബത്തുൽ ഫിക്റിന് ചെറിയൊരു ഷർഹ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തഹ്ലീലുൽ അസീൽ എന്ന പേരിൽ ഒരു ചെറിയൊരു ഗ്രന്ഥം, ഒരു ഷർഹ് ഉസൂലുൽ ഹദീസിൻ്റെ നുഖ്ബത്തുൽ ഫിക്റിൻ്റെ ഷർഹായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ B3-ക്കാർ അത് പഠിക്കുന്നുണ്ട്. അള്ളാഹു അത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് തരട്ടെ. 7ാമത്തെ അല്ലേ? 1 2 3 4 5 6 7 അൽ മൻളൂമത്തുൽ ബൈഖൂനിയ. ഉമർ ബിൻ മുഹമ്മദ് അൽ ബൈഖൂനി റഹിമഹുള്ളയുടെ ഗ്രന്ഥമാണിത്. ഹിജ്റ 1080 ഇമാം അൽ ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെടുന്നത്. അൽഹംദുലില്ലാ ഈ കവിതാ സമാഹാരമാണിത്, അൽ മൻളൂമത്തുൽ ബൈഖൂനി. ഇതിനും ചെറിയൊരു ഷറഹ് എഴുതാൻ തൗഫീഖ് കിട്ടിയിട്ടുണ്ട്. അൽ മുഖ്തസറുൽ മുഫീദ്
മിന ശറഹി ഷഹീർ അലൽ ബൈഖൂനിയത്തി ഷഹീറ എന്ന പേരിൽ ഒരു ചെറിയ ഗ്രന്ഥം. അതേപോലെ തന്നെ 8-ാമത്തേത് തൈസീറു മുസ്തലഹിൽ ഹദീസ്, മുഹമ്മദ് തഹാൻ റഹിമുല്ല. ഇതൊക്കെ ഇഷ്ടം അറിയപ്പെട്ട ഗ്രന്ഥമാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദായിമീറ്റിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രന്ഥം അത്തദ്കിറ ഫി ഉലൂമിൽ ഹദീസ് എന്ന കിതാബാണ്. ഇമാം ഇബ്നുൽ മുലക്കിൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ കിതാബിനും ഒരു ചെറിയൊരു ഷറഹ് ഞാൻ എഴുതിയിട്ടുണ്ട്. തംബീഹുൽ മുഅല്ലിം ഫി തഅലീഖി അല തദ്കിറത്തി അല തദ്കിറത്തി ഇബ്നുൽ മുലക്കിൻ എന്ന പേരിൽ ചെറിയൊരു കിതാബ്. തദ്കിറ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കൊരു സഹായമാകണം എന്ന ഉദ്ദേശത്തിൽ എഴുതിയ ഒരു ചെറിയ കിതാബാണ്. ഇൻഷാ അല്ലാഹ് ആ കിതാബ് അവലംബിച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ വിജ്ഞാന ശാഖ ആയത്തിൽ പഠിക്കാൻ, ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. سائلي عن مذهبي وعقيدتي رزق الهدى من للهداية يسأل. اسمع كلام محقق في قوله لا ينثني عنه ولا